നമ്മൾ ആ വീടിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിച്ചേർന്നു കേട്ടോ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പുതിയതായിട്ട് നിർമ്മിച്ചിട്ട് ഇവർ ഉപേക്ഷിച്ച് പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും തന്നെ പലായനം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെറുതെ വെള്ളം പോവുക, ആൾതാമസം ഇല്ലെങ്കിലും അല്ലേ? വെള്ളമുണ്ട്, ആൾതാമസം ഇല്ലെങ്കിലും വെള്ളമുണ്ട് ഇപ്പോൾ. ഇപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു പൊളിഞ്ഞ വീടിൻ്റെ അടുത്തേക്കൊന്ന് പോകാം. ഇത് ഉപേക്ഷിച്ചിട്ട് പോയിട്ടോ ആൾക്കാർ. കണ്ടോ, ഈ വീടൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു. എന്ത് രസമുള്ളൊരു മരം നോക്കി, ആ മരത്തിനോട് ചേർന്നുള്ള വീടും എന്തൊരു ഫ്രെയിമാണെന്ന് നോക്കി, അടിപൊളി ഫ്രെയിം. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. അതെ, ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ എവിടെയാണ് ഉള്ളത്? നമ്മൾ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ വന്നേക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും ഒരു 16 കിലോമീറ്റർ അകലെ കാഞ്ഞാർ എന്ന മനോഹരമായിട്ടുള്ളൊരു വില്ലേജ് ഉണ്ട്. കാഞ്ഞാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ ജലാശയം. അതെ, മലങ്കര ജലാശയത്തിന്റെ ഒരു റിസർവറാണ്. നല്ല ഭംഗിയാണ്. അതെ, ഒരു 5 കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ തൊടുപുഴ ആറൊക്കെ ഉത്ഭവിക്കുന്ന സ്ഥലം. അവിടെയാണ്. ഇതിനകത്ത് ഏറ്റവും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഈ കാഞ്ഞാറ് കുടയത്തൂർ ഭാഗം. വെറും പ്രധാനപ്പെട്ട ലൊക്കേഷൻ അല്ല, ഒരു ഭാഗ്യ ലൊക്കേഷൻ എന്ന് പറയും. ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. ആണല്ലേ? നിങ്ങൾ എത്ര ചള്ള സ്ക്രിപ്റ്റ് വന്നാലും അത്യാവശ്യം ഒരു വ്യൂവേഴ്സ് കിട്ടും. കാരണം സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. കുഴപ്പമില്ല, നടക്കുന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മ വരുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ബാർബറാം ബാലന്റെ സിനിമ. അത് ഭയങ്കര ഫേമസ്. അത് നല്ല ഒരു. പിന്നെ ഇവിടെ അടുത്ത് മോഹൻലാലിന്റെ രസതന്ത്രം ആണ് ദൃശ്യം. എത്ര പാർട്ട്? പിന്നെ ആദ്യകാലത്തുള്ള സിനിമ വാസന്തി ലക്ഷ്മിയും, അങ്ങനെ ആട് 2, 3 അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ അല്ലേ? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മോഹൻലാലിന്റെ മീശയൊക്കെ പിരിച്ച് നമ്മുടെ താഴേക്ക് പഠിച്ചിട്ടുള്ള അതും ഇവിടെ തന്നെയാണ്. അപ്പൊ അതും വിജയിക്കും. തൊടുപുഴ സെറ്റ് അതും വിജയിക്കും. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ തുടരും സിനിമ ഷൂട്ടിംഗ് തുടരും, അത് വിജയിച്ചു. അപ്പൊ അനു പറഞ്ഞു കറക്റ്റ് കേട്ടോ, ഒരു ഭാഗ്യ ലൊക്കേഷൻ തന്നെയാണ്. എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് മീരയുടെ ദുഃഖവും സ്വപ്നം അതും അത്യാവശ്യം ഓടി. പിന്നെ ഇവിടെ ദിലീപിന്റെ കുഞ്ഞിക്കുൻ, ഒത്തിരി പടമുണ്ട്. അപ്പൊ എടുത്തു പറയുന്ന കുഞ്ഞിക്കുന്റെ ഒക്കെ പിന്നെ ദിലീപിന്റെ ഒക്കെ കടയൊക്കെ നമ്മുടെ തൊട്ട് താഴെ കുറച്ച് കൈപ്പക്കാവിലോട്ട് പോയാൽ മതി, തൊട്ടടുത്തായിട്ട് കുളപ്ര ഭാഗത്ത്. അപ്പൊ അങ്ങനെ ഈ കുടയത്തൂർ കാഞ്ഞാറ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ മലങ്കര ഡാമിന്റെ ആ ഒരു റിസർവർ, ആ ജലാശയം ഇങ്ങനെ പരന്നു കിടക്കുന്ന കാഴ്ചയൊക്കെ ശരിക്കും നമ്മളെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ യാത്രികർക്കാണെങ്കിൽ പോലും അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം അല്ലെ? ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാ. തീർച്ചയായും പഴയ കാലത്തിന്റെ ഒരു ഓർമ്മകളോട് നമ്മൾ വരും. ഈ കാഞ്ഞാറ് ഭാഗത്ത് വെച്ചാല് പണ്ട് ഈ മൂലമറ്റം പവർ ഹൗസ് ഒക്കെ വരുന്നതിന് മുൻപ് ആൾക്കാർ കൂടുതലായിട്ട് ഈ കാഞ്ഞാറിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ റോഡ് ഇപ്പോഴത്തെ തൊടുപുഴ പുള്ളിമല റോഡ് കുറച്ചുകൂടെ ഇപ്പോഴത്തെ റിസർവ് ഇരിക്കുന്ന ഉള്ളിക്കടയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓർക്കും, നമ്മുടെ പഴയ കാലത്ത് അല്ലെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ റോഡ് പണ്ട് അതിന്റെ പണ്ട് ആ ജലാശയത്തിന്റെ ഉള്ളിക്കലായിരുന്നു റോഡ്. ഇപ്പൊ അത് പോയി മുങ്ങി കിടക്കുവാണ്. പണ്ട് ഇവിടെ ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഷട്ടർ അടയ്ക്കും, അവര് തുറന്നു വിടും ഫുള്ളായിട്ട്. അപ്പൊ അങ്ങനെ എനിക്ക് കഴിഞ്ഞ വർഷം മുമ്പ് മൊത്തം തുറന്നു വിടുന്നുണ്ടായിരുന്നു. തെളിഞ്ഞു വന്നു മൊത്തം. അങ്ങനെ ഒത്തിരി സഞ്ചാരികൾ ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് പ്രദേശത്തിന്. അതെ, പക്ഷെ എന്നാലും റിസർവർ ആണെങ്കിലും എല്ലാ ആൾക്കാരും ചുറ്റും താമസിക്കുന്ന സ്ഥലമാണോ. അതൊരു ഫോറസ്റ്റ് റിസർവർ അങ്ങനത്തെ സംഭവം അല്ല. ഡാമിന്റെ ഒരു ഇതിനു വേണ്ടി മാത്രം ചെറിയൊരു ഡാമല്ലേ, അതിന്റെ ഒരു കാശ്മീർ ഏരിയ ഫുള്ള്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാഞ്ഞാറിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കാഞ്ഞാറിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഏകദേശം ഒരു കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ കാണുന്നത് ഒരു വലിയൊരു മലയാണ്. ഈ ഒരു മല കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നല്ല കോൺക്രീറ്റ് ചെയ്ത വഴിയൊക്കെയാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്നാണ്? നമ്മള് മുതിയാൻമല എന്ന് പറയും. ഞാൻ പണ്ടൊന്ന് ഷൂട്ട് ചെയ്താണ് മുതിയാൻമല. പക്ഷെ നമ്മള് ഈ വഴിയല്ല വന്നത്, അതിന്റെ അടിഭാഗത്തൂടെ വന്നത്. നമ്മള് ആ ഒരു ആനക്കയം ഭാഗത്ത് നിന്ന് നേരെ കയറുമായിരുന്നു മല. അത് ഭയങ്കര വഴിയില്ല കേട്ടോ. നമ്മളിപ്പോ വന്ന് നമ്മുടെ കാഞ്ഞാറിൽ നേരെ ഒരു വഴിയുണ്ട് ഇതിന്റെ മേലോട്ടോ, നെല്ലിക്കാമല കൂടി മുതിയാമലയ്ക്ക് പോകുന്ന റോഡുണ്ട്. ഞരളമ്പുഴ എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു സ്ഥലങ്ങളിൽ കൂടിയൊക്കെയാണ് കേട്ടോ നമ്മൾ കടന്നു വന്നത്. വരുന്ന ഭാഗത്തൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കറക്റ്റ് ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയുള്ളൂ. പക്ഷേ അത് മനോഹരമായിട്ട് ഞാൻ പറഞ്ഞ കോൺക്രീറ്റ് ചെയ്തിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മലയോര ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. നമ്മോടൊപ്പം അനൂപുണ്ട്. അനുവിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ കഴിഞ്ഞ യാത്രകളിൽ പൊള്ളാച്ചി യാത്രകളിലൊക്കെ നിങ്ങൾ അനുവിനെ കാണുകയും അനുവിൻ്റെ കരവിരുത് നമ്മൾ കണ്ടതാണ്, ഡ്രോൺ പറത്തിയിട്ടുള്ള. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനുവിനോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. എൻ്റെ അനൂപേ, എന്തോ നടയത് ഈ അടുത്തിടയ്ക്ക് ഇതുപോലത്തെ കയറ്റം കയറിയിട്ടില്ല. സ്ഥലം
എൻ്റെ മോനെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണണം, എന്താ ഭംഗി. ഓ ഇതുണ്ടല്ലോ വേറെ ലെവൽ. എന്താ അല്ലേ, ഒരു 360 ഡിഗ്രിയിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചുറ്റും മലനിരകളാണ്. ആ കല്ലോട്ട് കയറിയുന്നു, എന്നിട്ട് വേണം ഞാൻ താഴേക്ക് പോകാനല്ലേ. എത്ര കാലങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു മനോഹരമായ ഒരു വ്യൂ കാണുന്നറിയോ. പ്രത്യേകിച്ച് ആ കാണുന്നത് അനൂപ് പറഞ്ഞത് അതേ സ്ഥലം ഇലവിഴ പൂഞ്ചിറയാണ്. ഇലവിഴ പൂഞ്ചിറയിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഈ താഴത്തേക്കുള്ള കാഴ്ച കാണുമ്പോഴത്തേനും ഭയങ്കര ദൂരത്തിലാണ്, വ്യക്തത ഉണ്ടാവില്ല, ക്ലിയർ ഉണ്ടാവില്ല. 1-2 കട്ടുകളുണ്ട്. അതിന്റെ തൊട്ട് താഴെ അടൂർമല എന്നൊരു മലയുണ്ട്. അവിടെ നിന്ന് കാണാൻ പറ്റും അല്ലേ. അവിടെ നിന്ന് ഇതുപോലെ തന്നെ വ്യൂ. ഇതുകൊണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ആ മലങ്കര ജലാശയത്തിന്റെ ആ ഭംഗി നമുക്ക് കാണാൻ കഴിയും കേട്ടോ. മാത്രമല്ല കൊടയത്തൂർ പാലം, പിന്നെ കോളപ്ര പാലം, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ കാണുന്ന ആ മരം കണ്ടോ താഴത്ത്? താഴത്ത് കൈപ്പക്കവല എന്ന് പറഞ്ഞത്. ഓഹോ, അവിടെയാണ് നമ്മുടെ ദൃശ്യം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ആ പോലീസ് സ്റ്റേഷനൊക്കെ ഇരുന്ന ഭാഗമല്ലേ. നല്ല മരത്തിന്റെ അവിടെ വരെ നമുക്ക് നടന്നു പോകാൻ, ആ വെള്ളത്തിലൂടെ അവിടെ വരെ നടന്നു പോകാം. അത് ശരിക്കും സാധാരണ പശുവിനൊക്കെ തീരണ പുൽമേട. അത് ശരി. ഇപ്പൊ പക്ഷെ വെള്ളം കയറി കിടക്കുക. നമ്മളെ പറഞ്ഞു വന്നതിന്റെ സാരാംശം ഇതാണ്. ഇതിന്റെ മുകളിലേക്കുള്ള വഴി എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ താഴേക്ക് നോക്കുമ്പോൾ പേടിയാണ്. കാരണം ഒരു പാറ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴേക്ക് നല്ലൊരു താഴ്ചയാണ്. നമ്മൾ കയറി വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞ വഴിയിലൂടെ വേണം നമുക്ക് നടന്ന് അല്ലെങ്കിൽ വാഹനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരാനായിട്ട്. എന്തായാലും ഈ ഒരു മനോഹരമായ വ്യൂ എന്നെ കടാതെ ആകർഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു പാതി വഴി എത്തുമ്പോഴത്തേന് വാഹനം നിന്ന് പോയാൽ എന്ത് ചെയ്യുമെന്ന്. അനുഭവം പറയും, ഇത് ടർബോ 1 ലിറ്റർ എഞ്ചിനാണെന്ന് പുള്ളി പറഞ്ഞത്. ടർബോ ചാർജ് ചെയ്ത് ഒറ്റ പോരിച്ചായിരുന്നു. ഞാൻ മറ്റേ വീഗാലാൻഡ് അതാ പറഞ്ഞത്, വീഗാലാൻഡ് റൈഡിൽ ഇരുന്ന പോലെ ഇങ്ങനെ മുകളിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനത്തെ കയറ്റമാണ്, അതിൽ ഇങ്ങനെ പിടിച്ചിരുന്നേക്ക് വരുന്നത്, ഇങ്ങനെ ഓരോന്നുണ്ട് കയറി. ഞാൻ ഓർത്ത് കയറുമെന്ന്. ജിപ്സിയാണ് എനിക്ക് അത്ര പേടിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും നിന്ന് പോയാലും 4 വീൽ ഡ്രൈവ് ഇട്ടിട്ട് കയറി പോരാ. ഇത് 2 വീൽ ഡ്രൈവ് അല്ലേ, എന്തെങ്കിലും കാരണവശം നിന്ന് കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് ഗ്രിപ്പുണ്ട്, പിടിച്ച് കയറും. എന്തായാലും ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ദുഃഖവള്ളി അല്ലെങ്കിൽ ഇവിടെ ഈ പെരുന്നാളൊക്കെ ഉള്ള സമയത്ത് ഒരു കാരണവശാലും വരരുത്. കാരണം വന്നു കഴിഞ്ഞാൽ പെട്ടും. കാരണം സൈഡൊന്നും കൊടുക്കാനായിട്ട്, വാഹനത്തിന് സൈഡ് കൊടുക്കാൻ ഒരു ഇടവുമില്ല. കറക്റ്റ് ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയുള്ളൂ. ബൈക്കോ സ്കൂട്ടറൊക്കെയാണ് പിന്നെയും കുഴപ്പമില്ല. സ്കൂട്ടർ കയറുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ബൈക്ക് എന്തായാലും കയറും. സ്കൂട്ടർ ഡേഞ്ചറാണ്, വളരെ ഡേഞ്ചറാണ് തന്നെ. ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ബൈക്കാണ്. വലിയ കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി സൈഡ് കൊടുത്തൊരു വാഹനം വന്നാലും നമുക്ക് പോകാം. ഇവിടുത്തെ തദ്ദേശികളൊന്നും അങ്ങനെ വാഹനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത് വന്നിട്ട് പോലും ഒരു ബൈക്കോ ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു കാറോ പോകുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇതുവരെയായിട്ട് എത്തിച്ചേർന്നില്ല. ഈ ഒരു വഴി കണ്ട് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വാഹനം നിർത്തി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. പിന്നെ അഥവാ കാറുമായിട്ടാണ് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ മാത്രമേ ഈ വഴി വരാവുള്ളൂ. പാതി വഴി നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. റിവേഴ്സ് പോകണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. അല്ലെങ്കിൽ വല്ല കല്ലൊക്കെ അടവെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട്. പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കുക, വരിക, സ്ഥലങ്ങളൊക്കെ കാണുക, എൻജോയ് ചെയ്യുക, അതൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് തുടരാം. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തു. വാഹനത്തിൽ ടർബോ എന്ന് എഴുതിയേക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ കയറി വന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. എൻ്റെ പൊന്നെ മതി, ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറി വന്നൊരു വഴി. ഇപ്പോഴും എനിക്ക് ആ ഒരു ഭയം മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണമേ ഒരു സൈഡ് മുഴുവൻ കൊക്കയാണ്. ഒരു കറക്റ്റ് ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഭീകരത കൂടി. നമ്മൾ ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാനൊന്ന് പേടിച്ചു പോയി. എന്തായാലും നമ്മളങ്ങനെ കുറച്ച് ഭയാനകം നിറഞ്ഞ വഴിയിലൂടെ വന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അമ്പരിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ. വളരെ ഹൃദ്യമായ കാഴ്ചയാണ്. ശരിക്കും ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വഴിയിലൂടെയുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര വളരെ ഭംഗിയാർന്ന കാഴ്ച തന്നെയാണ്. ഇനി ഞാൻ വന്ന ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞില്ല. ആക്ച്വലി ഈ ഒരു സ്ഥലം പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് നസ്രത്ത് മൗണ്ട് കുരിശുമുടി എന്നാണ്, അല്ലെങ്കിൽ നസ്രത്ത് മല എന്ന് വേണമെങ്കിൽ പറയാം. മുടിയെന്ന് ഉദ്ദേശിക്കുന്ന മല എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഗൂഗിളിലൊക്കെ ചിലപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കിട്ടും. മാത്രമല്ല തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ കാഞ്ഞാറിൽ വന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു സ്ഥലം പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു പള്ളി എന്ന് വേണമെങ്കിൽ പറയാം. രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഒരുപാട് ആൾക്കാർ ഭക്തജനങ്ങൾ
ഈ മല കയറുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുകയും ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു കുരിശുമല എന്ന് വേണമെങ്കിൽ പറയാം. തുമ്പിച്ചിമലയ്ക്ക് ശേഷം ഇടുക്കി ജില്ലയിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ ഒരു കുരിശുമല ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു പള്ളിയും ഇതിനോട് ചുറ്റപ്പെട്ട പ്രദേശമാണ്. തുമ്പച്ചിമലയുടെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിലെ വ്യൂ ഉള്ളൂ. അതായത് ഇങ്ങനെ നമുക്കൊരു 180 ഡിഗ്രിയിൽ കാണാൻ ഒരു വ്യൂ ഉള്ളൂ. ഇവിടെ 360 ഡിഗ്രിയിലും വ്യൂ ആണ്. ചുറ്റും മല മാത്രമല്ല അങ്ങോട്ടൊക്കെ താഴ്ചകളാണ്. അനു പറയാം ഇതൊരു ഓന്നിൻ്റെ പുറം പോലെയല്ലേ ഇരിക്കുന്നത്, ഓന്നുംപാറ എന്നൊക്കെ പുള്ളി വിളിക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായൊരു സ്ഥലം തന്നെ, നല്ലൊരു ലൊക്കേഷനാണ്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് യേശുനാഥൻ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചു അവർ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. വളരെ അനുയോജ്യമായൊരു സ്ഥലത്ത് ഒരു പാറയുടെ മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പാറയുടെ മുകളിലാണ്. എന്തായാലും വളരെ മനോഹരമായിട്ട് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലം, ഈ പള്ളിയുടെ പരിസരങ്ങളെല്ലാം. പിന്നെ വരുന്ന വഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടു, എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ്. ഒരിടത്ത് പോലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. കോൺക്രീറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനായിട്ട്. ഇവിടെ ഒരു നല്ലൊരു മാവൊക്കെ ഉണ്ട് ഈ ഒരു പള്ളിയുടെ തൊട്ടുപുറയിലായിട്ട്, അല്ലെങ്കിൽ ഈ ഗ്രോട്ടയുടെ തൊട്ടുപുറയിലായിട്ട്. എന്തായാലും ഇലക്ട്രിക് ലൈനൊക്കെ വന്നു. എങ്ങനെ ഇവിടെ പോസ്റ്റ് വലിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ വഴി കൂടെ ഒക്കെ എങ്ങനെ ഇവർ കൊണ്ടുവന്നു. ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഈ ഒരു നസ്രത്ത് മൗണ്ടിലേക്കല്ല ശരിക്കും നമ്മൾ യാത്ര ചെയ്ത് വന്നത്. നമ്മൾ മുതുവാൻ മല എന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ആ ഒരു ഗ്രാമം തേടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ആ ഗ്രാമത്തിൽ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതെന്നുള്ളത്. അതിനുള്ള മുതലുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം മുതുവാൻ മല, ആ മലയിലെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ അവിടെ എത്തിയതിന് ശേഷം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വാഹനത ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ സന്ദർശിച്ച പള്ളി ഈ സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ സൈഡിലൂടെ നമ്മളിനി നടന്നു പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ നടത്തം ഇവിടെ ഐശ്വര്യമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. വരുന്ന വഴിയിൽ ഞാനൊന്ന് 1-2 ഷോട്ട് എടുക്കാൻ വേണ്ടി കുറച്ച് നടന്നാൽ മല കയറി, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു പള്ളിയുടെ സൈഡിലൂടെ നമ്മൾ നടന്ന് ഇനി ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം കേട്ടോ. ഈ ഒരു ഭാഗത്തോടെ വേണം നടന്നു പോകാനായിട്ട്. കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം മൺപാതയാണ്. മൺപാതയിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ ചെറിയ മരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അധികം ചൂടേൽക്കാതെ പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ 1 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്നാണ് അനൂപ് പറഞ്ഞത്. ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മളിതാ നടന്നു വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അനൂപ് പറയുന്നത് കുടയത്തൂർ പള്ളി പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പള്ളി പുതിയതായിട്ട് പണിതുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ പണിത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് അനൂപ് പറഞ്ഞത്. അതിനോട് ചേർന്നൊരു പാലവും നമുക്ക് കാണാം. അതാണ് നമ്മുടെ കഥ പറയുമ്പോൾ സിനിമയ്ക്കകത്തൊക്കെ ആ ഒരു പാലം. ആ സിനിമയിൽ മാത്രമല്ല ഒരുപാട് സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഒരു പാലം നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാകുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. ചെറിയ മൂടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യാനാണോ എന്താണെന്നറിയില്ല, തണുപ്പിക്കട്ടെ അല്ലേ. അങ്ങനെ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം നടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ കണ്ടോ, ഗ്രാമത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ 1-2 വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾതാമസമില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ നിന്ന് ഈ വീടുകളൊക്കെ ഉപേക്ഷിച്ച് പോയത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അത് നമുക്ക് പറ്റുവാണെങ്കിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും നമ്മൾ നടന്നു വരുന്ന വഴിയിൽ കണ്ട 2-3 വീടുകളാണിത്. ഇത്രയും ബിൽഡിങ്ങൊക്കെ പണിതിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് പോയി. അവിടെ ഒരു ക്ഷേത്രമാണ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ക്ഷേത്രം പോലെ എന്തോ ഒരു ഇതുണ്ട്. ക്ഷേത്രം അല്ലേ, ക്ഷേത്രം അതൊക്കെ പൂട്ടിപ്പോയി കേട്ടോ. ക്ഷേത്രമൊക്കെ നിലവിലിപ്പോൾ ഇവിടെ ഇല്ല, എല്ലാം പൂട്ടിപ്പോയി. കണ്ടോ ഈ ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വീടെല്ലാം നശിച്ചിരിക്കുകയാണ്. 1, 2, 3 ഞാൻ പറഞ്ഞില്ല 3 വീടുണ്ട് ഇവിടെ. ഒന്ന് പുതിയതായിട്ട് പണിതായിരുന്നു, അതും അവർ ഉപേക്ഷിച്ചിട്ട് പോയി. പഴയതൊരു സിമെൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചൊരു വീടായിരുന്നു, അതും പൂർണ്ണമായിട്ട് നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വീട് ഒരു 70% നശിച്ചിട്ടുണ്ട്. അവിടെ ഓടൊക്കെ തകർന്ന് ഭിത്തിയൊക്കെ ഏകദേശം ഇടിഞ്ഞു തുടങ്ങി. പഴയ കാലത്തുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷം മുന്നേ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥമാണ് ഈ കാണുന്ന പഴയ വീട്. നമ്മൾ ആ വീടിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിച്ചേർന്നു കേട്ടോ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പുതിയതായിട്ട് നിർമ്മിച്ചിട്ട് ഇവർ ഉപേക്ഷിച്ച് പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും തന്നെ പലായനം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റബ്ബറാണ് മെയിനായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത്. മാത്രമല്ല ഇതിനോട് ചേർന്നൊക്കെ പ്ലാവും തെങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം കായ്ഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. നല്ല മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. പക്ഷേ എന്താണെന്നറിയില്ല ഇത് ഉപേക്ഷിച്ചിട്ട് പോയത്. വഴി ഒരു പ്രധാന ഘടകമെന്ന് പറയാൻ പറ്റില്ല. കാരണം കിലോമീറ്ററോളം നടന്ന് മലയുടെ മുകളിലൊക്കെ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയൊക്കെ ഞാനൊക്കെ ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നില്ലേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്വർഗ്ഗമാണ്. കാരണം വാഹനം എന്തായാലും വരും, ബൈക്ക് എന്തായാലും കൺഫേം ആയിട്ടും വരും. സ്കൂട്ടറാണെങ്കിൽ പോലും ഡെയിലി ഓടിച്ച് പ്രാക്ടീസ് ആകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇവിടെ എത്താൻ പറ്റും. പിന്നെ ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എത്താം. സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇത്രയും മനോഹരമായ സ്ഥലമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കുത്തായ സ്ഥലമാണ്. ഇവിടെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്, പല കൃഷികൾ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ കൊക്കോ കൃഷി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പം കരിഞ്ഞു പോയിരിക്കുകയാണ്. വാഴ, കൊക്കോ, തെങ്ങ്,
പ്ലാവുണ്ട്, അടയ്ക്കാമരമുണ്ട്, ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഇത്രയും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ് ഈ ഒരു ഗ്രാമം. നമുക്കറിയാമല്ലോ, നമ്മളൊരു സ്ഥലത്ത് ഒരുപാട് വർഷം താമസിച്ച് പെട്ടെന്ന് ആ ഒരു ഗ്രാമമൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് വലിയൊരു സങ്കടം ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ എല്ലാ ആൾക്കാരുടെയും കാര്യം എനിക്കറിയില്ലെങ്കിലും നമ്മൾ ജനിച്ച് വളർന്ന നാടൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ മലയുടെ മുകളിലൊക്കെ ചിലപ്പം അവർക്ക് താമസിക്കാൻ താല്പര്യം ഇല്ലാതാകാം. കുട്ടികളൊക്കെ പഠിച്ച് വളർന്ന് നല്ല ജോലിയൊക്കെ കിട്ടി അങ്ങനെ ചിലപ്പം നാട്ടിൻപുറത്തേക്കൊക്കെ പോയി താഴ്വാരത്തേക്ക് പോയിട്ട് വീടൊക്കെ പണിത് അവിടെ താമസിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാവാം പഴയ കാരണന്മാരൊക്കെയാണ് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ വന്ന് അന്നത്തെ കാലത്ത് വെട്ടിപ്പിടിച്ച് കൃഷിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് ഇവിടെ നിന്ന് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിലേക്കൊക്കെ എത്തിച്ചത്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല നിലയിൽ എത്തിയപ്പോഴത്തേനും അവർക്കിതൊരു ബുദ്ധിമുട്ടായി തോന്നിക്കാണും. അല്ലാതെ എന്താ പറയുക. പക്ഷേ എനിക്കൊക്കെ ഇഷ്ടമാട്ടോ. എനിക്കൊക്കെ ഈ മലയുടെ മുകളിലൊക്കെ താമസിക്കാൻ ഇഷ്ടമാണ്. എത്ര മനോഹരമായ കാഴ്ചകൾ ചുറ്റും നമുക്ക് കാണാൻ കഴിയുക. ഇത്രയും മനോഹരമായൊരു ഭൂപ്രദേശത്ത് നിന്ന് ഇത് ഉപേക്ഷിച്ച് നമ്മൾ ടൗണിലെ തിക്കിലും തിരക്കിലൊക്കെ പോയിട്ട് താമസിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. കാരണം ഞാൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് താമസിക്കുന്നത്. അതുപോലും ചെറിയൊരു ടൗണിലാണ് താമസിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണെന്നറിയാം ഈ ഒരു ഗ്രാമം, ഈ മുതിയാൻമല എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. ഉപേക്ഷിച്ച് പോയ ഗ്രാമം കണ്ടപ്പോൾ ഒരു സങ്കടം. അപ്പോൾ എന്തായാലും അവിടെ ആ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെയൊക്കെ ദൂരം നമ്മളിതാ മുന്നോട്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഓഫ് റോഡ് തന്നെയാണ്. ഓഫ് റോഡ് ജീപ്പ് പോയ ചാലൊക്കെ ഉണ്ട് കേട്ടോ, അല്ലേ? ജീപ്പ് പോകുന്ന വഴിയാണ്. ജീപ്പിൻ്റെ ചാല് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ വഴിയൊക്കെ ജീപ്പ് വരുന്നതാണ്. കാരണം ഈ മലയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഈ റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ താഴേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും ജീപ്പ് വേണം. തലച്ചുമടായിട്ട് കൊണ്ടുപോകാൻ എന്തായാലും പറ്റില്ല. ഉണ്ടോ, വെറുതെ വെള്ളം പോവുക. ആൾതാമസം ഇല്ലെങ്കിലും അല്ലേ? വെള്ളമുണ്ട്. ആൾതാമസം ഇല്ലെങ്കിലും വെള്ളമുണ്ട് ഇപ്പോൾ. ആയിരിക്കും. ആ പള്ളിയുടെ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അവിടെ ഒരു വീടുണ്ട് കേട്ടോ അനുവേ. അതും പോയി കേട്ടോ. അവിടെയൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നതാണ്. അവിടെയൊക്കെ ഇപ്പം മുഴുവൻ നശിച്ചു. എൻ്റെ പൊന്നെ. ഇങ്ങോട്ടൊക്കെ ഈ അടുത്തിടയ്ക്കൊന്നും ആൾക്കാരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് കാട് പിടിച്ച് കിടപ്പുണ്ട്. വാഹനവും വന്നിട്ടില്ല, നടന്നും വന്നിട്ടില്ല ആൾക്കാർ. നടന്നിട്ടുണ്ടെങ്കിൽ പള്ളി വരെ ആൾക്കാർ സാധാരണ വരാറുള്ളൂ. പള്ളി വരെ. ഇപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു പൊളിഞ്ഞ വീടിൻ്റെ അടുത്തേക്കൊന്ന് പോകാം. ഇത് ഉപേക്ഷിച്ചിട്ട് പോയി കേട്ടോ ആൾക്കാർ. കണ്ടോ, ഈ വീടൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു. എന്ത് രസമുള്ളൊരു മരം നോക്കി. ആ മരത്തിനോട് ചേർന്നുള്ള വീടും എന്തൊരു ഫ്രെയിമാണെന്ന് നോക്കി. അടിപൊളി ഫ്രെയിം. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കാണാം. കണ്ടോ, എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞു പോയിരിക്കുക. പാമ്പൊക്കെ ഉണ്ടാകും കേട്ടോ. ആൾക്കാരും അങ്ങനെ അധികം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ഒരു കാലത്ത് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. ഈ ഒരു വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു മനോഹരമായ ഒരു താഴ്വാരമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പുളിമരമാണ്. ഈ പുളിമരത്തിൻ്റെ ഭംഗി നോക്കി. ആ ഒരു ഫ്രെയിം എന്താ ഭംഗി. ഈ ഒരു ഫ്രെയിമിൽ മനോഹരമായിട്ട് ഉണ്ടായിരുന്നൊരു വീടായിരുന്നു. ഇപ്പോൾ ഇവിടെ ആൾക്കാരും താമസിക്കുന്നില്ല. എല്ലാം നശിച്ച് പൂർണ്ണമായിട്ടും പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് പുതിയതായിട്ട് പണിത് നിർമ്മിച്ച് അല്ലെങ്കിൽ ഇത് മോഡിഫൈ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം അത്രയും നശിച്ചു പോയി. ഇനി പൊളിച്ച് വേണമെങ്കിൽ പുതിയത് പണിയാം. പക്ഷേ ഇനിയൊന്നും ആരും വരില്ല. കാരണം അങ്ങനെ പണിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ പണ്ടേ പണിതേനെ. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടങ്ങ് പോയി. ഈ ഒരു സ്ഥലവും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഇവിടെ നിന്ന് പോയി കേട്ടോ. ഈ താഴെ കാണുന്നത് എന്താണ്? ഒരു കമ്പനി. നമ്മളത് വെള്ളിയാമറ്റത്തുള്ളൊരു പ്ലൈവുഡ് കമ്പനിയാണ്. പ്ലൈവുഡ് കമ്പനി. അത്യാവശ്യം ഒരുപാട് ആളുകളൊക്കെ പണിയെടുക്കുന്ന ഒരു കമ്പനി കേട്ടോ. അതിൻ്റെ തൊട്ടുപുറകെ കണ്ടൊരു മലയുണ്ട്, പതിക്കമല എന്ന് പറയും. ഈ പതിക്കമല ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തം തീയിടുന്ന മലയാണ്. മകരമാസത്തിലെല്ലാം തീയിട്ട് മൊത്തം അവരെല്ലാം സെറ്റാക്കും. അതിൻ്റെ അപ്പുറം കാണുന്ന വലിയ മല കണ്ടോ, അതാണ് നമ്മുടെ പറമ്പുകാട്ട് മല എന്ന് പറയുന്നത്. നമ്മുടെ ചെപ്പോളം മല എന്നൊക്കെ നിങ്ങൾ പറയും. പറമ്പുകാട്ട് മല. ചെപ്പോളത്തിന് പോകാം. അതിലേക്കടെ നേരെ പോയിട്ട് നമുക്ക് ഇടുക്കിക്ക് തന്നെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഇടുക്കിയിൽ തന്നെ ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റൊക്കെ അവിടെയുണ്ട്. നമ്മുടെ ഇരികല്ലുംപാറ എന്ന് പറഞ്ഞാൽ ചെപ്പോളത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് അവിടെയുണ്ട് കേട്ടോ. ആ പാറയാണ് ആ കാണുന്നത്. ആ പാറയ്ക്ക് അപ്പുറം ഒരു മല കണ്ടോ, അങ്ങേ മലയാണ്. അവിടെ നിന്നൊക്കെ കാണുന്നത് അങ്ങേ മലയാണ്. അങ്ങേ മലയുടെ അപ്പുറത്തെ ഭാഗത്തുള്ള മലയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കുളമാവ് ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്നത്, ഇടുക്കി. പിന്നെ നമ്മുടെ ഇതിന് തൊട്ട് അപ്പം പറമ്പുകാട്ട് മല, പതിക്കമല, നമ്മൾ നിൽക്കുന്ന നെല്ലിക്കാമല, അതിൻ്റെ അപ്പുറം കാണുന്ന പകുതി ഭാഗത്ത് നമ്മുടെ അടൂർമല, അടൂർമലയ്ക്ക് മുകളിലായിട്ട് നമ്മുടെ ഇലവിഴാപ്പൂഞ്ചിറ. അപ്പോൾ ഇത്രയും വലിയ മലയാണ് കേട്ടോ. ഈ മലയുടെ മുകളിലെല്ലാം കയറി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മലയും കയറി. മലയില്ല. നമ്മൾ പുതിയതായിട്ടൊരു മല കണ്ടുപിടിക്കണം. അവിടുന്ന് റോപ്പ് നമ്മൾ ഇലവിഴാപ്പൂഞ്ചിറക്ക് ഒറ്റ അടിയും കടിക്കുക അല്ലേ? ഒറ്റ പോക്കിന് എല്ലാ മലയും കവർ ചെയ്തു പോകാൻ. ചൈനയിലൊക്കെ അടിക്കും പോലെ. അതായത് നമ്മളിത് കറങ്ങി വന്നെങ്കിൽ അത്യാവശ്യം ഒരു 15-20 കിലോമീറ്റർ സഞ്ചരിക്കണം. അങ്ങനെ കുറച്ച് കയറ്റം, കുറച്ച് ഇറക്കം. അങ്ങനെ ഇപ്പോൾ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ഭാഗത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അവിടെയും പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. അതും ഉപേക്ഷിച്ച് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല അവിടെ. ഇനി എന്താ സംഭവിച്ചതെന്നറിയില്ല. അവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്.
പിന്നെ അനൂപ് പറഞ്ഞത് ഈ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞിടയ്ക്ക് തീയിട്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അനൂപ് ഒരു രാത്രികാല വിഷയിൽ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. ഒരു മല മുഴുവൻ ഇങ്ങനെ നിന്ന് കത്തുന്ന ഒരു കാഴ്ച, അത് ഈ മലയാണെന്നാണ് അനൂപ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള കാഴ്ച നമ്മൾ മുമ്പേ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്. മലങ്കര ഡാമിൻ്റെ റിസർവെയർ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ വഴിയിലൂടെ പതുക്കെ നമുക്ക് താഴേക്ക് നടക്കാം. ഇങ്ങോട്ടൊന്നും ഈ അടുത്തിടയ്ക്കൊന്നും ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടന്നു പോയതിൻ്റെ ഒരു ചാലോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പം പുല്ലൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ജീപ്പ് വരുന്ന വഴി തന്നെയാണ് കേട്ടോ, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ജീപ്പ് ഈ വഴിയിലൂടെയൊക്കെ അനായാസം കയറി വരും. നമ്മുടെ ജിപ്സിയും കയറും കേട്ടോ. ഒരാവശ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും എടുക്കും. അതല്ലാതെ നമ്മൾ നടന്നു പോകാൻ പറ്റുവാണെങ്കിൽ മാക്സിമം നടന്നു പോയി കാഴ്ചകൾ കാണുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ടൊന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ കശുമാമ്പഴം കിടക്കുന്നു കേട്ടോ. പറിക്കുക അനൂപേ, എനിക്ക് കയ്യെത്തൂല, നിങ്ങൾക്ക് കയ്യെത്തും. അനൂപ് പല ആയുധങ്ങൾ ഉപയോഗിച്ച് കശുമാമ്പഴം പറിക്കുകയാണ്. മോനെ സെറ്റ്. നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലേ പഴവർഗ്ഗങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. എങ്ങനെയുണ്ട്? കശുവണ്ടി നമുക്ക് വേണം കേട്ടോ. ഇതിന്റെ ഉടമസ്ഥൻ എടുത്തോട്ടോ. അതെടുത്തോട്ടെ. പുള്ളിക്ക് നമ്മൾ ഇതിൻ്റെ കഴിക്കാൻ പറ്റുന്ന ഭാഗം മാത്രമേ എടുത്തുള്ളൂ അല്ലേ? കൊള്ളാം. പുഴുണ്ടോ നോക്കിയാൽ കേട്ടോ. ഒന്ന് കടിച്ച് നോക്കിയിട്ട് കഴിച്ചാൽ മതി. അവരുണ്ടോ? അല്ല അതെ, സെറ്റ്. പിന്നെ നോക്കണ്ട. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാപ്പിയായില്ലേ? ഇനിയിപ്പോൾ ഒന്നും മേടിച്ചു തരാൻ പറയല്ലേ? ഇന്നത്തേനുള്ളതായി നിങ്ങൾക്ക് സെറ്റല്ലേ? അടിപൊളി. ഓക്കെ, നല്ല മധുരമുണ്ട്, കമർപ്പുണ്ട്. അപ്പോൾ എന്തായാലും അനൂപിന് ഇന്ന് ഉച്ചക്കത്തുള്ള ഭക്ഷണം കിട്ടി, രാവിലത്തിനുള്ള ഭക്ഷണം കിട്ടി. ഒരു കശുമാമ്പഴമൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ക്യാഷും അവിടെ ഇട്ടു. ഇതിൻ്റെ ഉടമസ്ഥന് ഏതെങ്കിലും കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം പെറുക്കിയെടുത്തോട്ടെ. നമ്മളങ്ങനെ വനപ്രദേശം പോലെ തോന്നിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും റബ്ബർ തോട്ടങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. ഇവിടെയൊക്കെ ധാരാളം റബ്ബർ കൃഷി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് എല്ലാ ദിവസവും വെട്ടുന്നുണ്ട് കേട്ടോ. കാരണം പാലെടുത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒട്ടുതറയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ രാവിലെ വന്ന് മിക്കവാറും ഇവിടുത്തെ ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ എന്തായാലും വന്ന് റബ്ബർ വെട്ടിയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒട്ടുതറയൊക്കെ നമുക്ക് കാണാം. പാലെടുത്തിട്ടുണ്ട്. ഇന്ന് ഒട്ടുപാലടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കും. ഒട്ടുപാൽ വെച്ച് ബോൾ എത്രണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല ഇതിനോട് ചേർന്ന് നമുക്കിതാ മനോഹരമായ പൂക്കൾ കാണാം. ഇതാ രസം അനൂപേ അല്ലേ? അടിപൊളിയല്ലേ? നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? ആഹാ, മനോഹരമായ കാഴ്ച. റബ്ബർ തോട്ടത്തിൽ ഇത്രയും മനോഹരമായൊരു പൂന്തോട്ടം. അപ്പോൾ ഈ പൂക്കളുടെ പേര് ലില്ലി എന്നാണ് കേട്ടോ. ആമസോൺ ലില്ലി എന്നും പിന്നെ അതോടൊപ്പം തന്നെ സെൻറ്റ് ജോസഫ് ലില്ലിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരുണ്ട് ഇതിന്. പിന്നെ ഫോറസ്റ്റ് ലില്ലി എന്നും പറയാറുണ്ട് കേട്ടോ. കാട്ടിലുള്ള ലില്ലിപ്പൂക്കൾ എന്ന് വേണമെങ്കിലും പറയാം. ഫോറസ്റ്റ് ലില്ലി എന്നറിയപ്പെടുന്നുണ്ട്. എന്തായാലും ലില്ലി ഇനത്തിൽപ്പെടുന്ന ഒരു പൂവാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അങ്ങനെ ഇറക്കം കഴിഞ്ഞ് പിന്നെയും കയറ്റം തുടങ്ങി കേട്ടോ. മുതിയന്മല ഒരു മല തന്നെയാണ്. ഇനി കയറ്റം കയറണമല്ലോ. ഒരിറക്കം ഒരു കയറ്റം. ശരിയാണ്, ഒരു ഇറക്കം ഉണ്ടായാൽ ഒരു കയറ്റം ഉണ്ടാവും, ഒരു കയറ്റം ഉണ്ടായാൽ ഇറക്കം ഉണ്ടാവും. എന്തായാലും ഇനിയിപ്പോൾ കയറ്റം കയറാം. അനൂപ് പറയുന്നത് ഇവിടെ മുഴുവൻ മുള്ളമ്പന്നി ഉണ്ടെന്നാണ്. മുള്ളമ്പന്നിയുടെ ആക്രമണം വളരെ രൂക്ഷമാണെന്നാണ് അനൂപ് പറയുന്നത്. നമ്മളെ ആക്രമിക്കില്ലായിരിക്കും. അനൂപ് പറയുന്ന കായ്ഫലങ്ങളൊക്കെ തിന്നാൻ മാത്രമേ ഉള്ളൂ മുള്ളമ്പന്നി, മനുഷ്യനെ ആക്രമിക്കുകയെന്നാണ് പറയുന്നത്. എന്നൊക്കെ പറയുമെങ്കിലും ശരിയായിരിക്കും. അതല്ലേ എനിക്ക് പറയാൻ പറ്റും, എനിക്കറിയില്ല. പണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടില്ലേ മുള്ളമ്പന്നിയുടെ, ശരിക്കും പറഞ്ഞാൽ ആ മുള്ള് ഇങ്ങനെ വെറുതെയിട്ട് ഒറ്റത്തെറിപ്പിൽ മേത്തോട്ട് ഇങ്ങനെ തെറിച്ച് നമ്മുടെ മേത്തെല്ലാം കൊള്ളുന്നു. അത് പക്ഷേ വളരെ മിഥ്യാധാരണ കേട്ടോ. അങ്ങനെയൊന്നും മുള്ളമ്പന്നി തെറിപ്പിക്കൊന്നുമില്ല. ഞാൻ വീഡിയോ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു കഴിവ് മുള്ളമ്പന്നിക്ക് ഇല്ല എന്നാണ്. ശരിക്കും മുള്ളിങ്ങനെ കൂർത്തിക്കുന്നുള്ളൂ, പക്ഷെ തെറിപ്പിക്കാനുള്ള കഴിവ് അതില്ല. അത് പൊഴിഞ്ഞു പോവുള്ളൂ ഇങ്ങനെ. അപ്പോൾ എന്തായാലും ആ ഒരു ധാരണ പണ്ട് ആകാശത്ത് മറ്റേ എന്നെ ഉൽക്ക പോകുമ്പോൾ മറ്റേ കൊള്ളിയാനൊക്കെ വന്ന പോലെ പറയുമ്പോഴുള്ള പഴയ കാലത്തുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അത്. എന്തായാലും നമുക്ക് അങ്ങനെ അതില്ല എന്ന് വിശ്വസിക്കാം കേട്ടോ. മറ്റേ പന്നി വന്നു കഴിഞ്ഞാൽ ഞാൻ റബ്ബറേ കയറും. റബ്ബറില്ല, പന്നിയുടെ ഒരു പ്രത്യേകം ഉണ്ടല്ലോ. പന്നി ഇങ്ങനെ നേരെ വരുള്ളൂ. ഇങ്ങനെ അടുത്ത് വരുമ്പോഴേ എടുത്ത് അങ്ങോട്ട് അടിയാതെ. പന്നിക്ക് പെട്ടെന്ന് ഇങ്ങനെ തിരിയാൻ പറ്റില്ല. കാരണം അവൻ്റെ കഴുത്ത് ഇങ്ങനെ ആ ജോയിന്റ് ഇല്ലല്ലോ, ഇങ്ങനെ തിരിയാ. ഞാൻ ചുമ്മാ കേട്ടോ, അതിനുള്ള സമയം നമുക്ക് കിട്ടില്ല. പന്നി കുത്തിയിട്ട് പന്നിയുടെ പാട്ട്. കാരണം പന്നിയുടെ വേഗത എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും 10 ഇരട്ടിയാ. അത് ഏതെങ്കിലും മരത്തെ കയറാന്നുള്ളേ ഉള്ളൂ. വേറെ വഴിയൊന്നുമില്ല. ഏറ്റവും ബലഹീനനായിട്ടുള്ള മനുഷ്യനാണ്, ഒരു കഴിവില്ലാത്തൊരു ജീവി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, മറ്റു മൃഗങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്. സംസാരിക്കാൻ കഴിവൊഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ല കഴിവുണ്ട്. അപ്പൊ നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷെ നമുക്ക് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മൃഗത്തിനെ തോപ്പിക്കാനോ ഒന്നും നടക്കില്ല. നമ്മുടെ ആയുധങ്ങളാണെങ്കിൽ മാത്രമേ ഉള്ളൂ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറും ദുർബലനാണ് നമ്മള്. അപ്പോൾ എന്തായാലും ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു കിടക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് മാത്യു. വളവനാട്ട്. വീട്ടുപേരതാണ്? വളവനാട്ട്. ഓക്കെ. ഇപ്പൊ ഇവിടെ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് ആൾക്കാർ വീട് ഉപേക്ഷിച്ച് പോയല്ലോ.
ആ അതെന്താണ് കാരണം? അതായത് ഇവിടെ ഒരു ഗതാഗത സൗകര്യം ഇല്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. ഇല്ല. അത്യാവശ്യം വല്ല ഫ്രണ്ടുള്ള ജീപ്പ് മാത്രം വരും. പിക്കപ്പോ വരുള്ളൂ, ഇതൊക്കെ പോവുള്ളൂ. അത് അപൂർവമാണ്. അന്ന് പിന്നെ ഇവിടുന്ന് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന കൂലിപ്പണിക്കാരായിരുന്നു അധികം. ഓക്കെ. അവർക്ക് കൂലിപ്പണിക്കൊക്കെ പോകണമെങ്കിൽ നടന്നു പോകുന്നു 3-4 കിലോമീറ്റർ താഴെ. അത് ശരിയാണ്. ചെന്നിട്ട് വേണം പോകാൻ. അതെ അതെ. അപ്പം സമയം ഒത്തിരി പോകും. പണി കഴിഞ്ഞിട്ട് പണി നിർത്തിയിട്ട് ഇവിടെ കയറി വരണമെങ്കിൽ അത് രാത്രിയാവും. അപ്പൊ അങ്ങനെയുള്ളവര് വാടകയ്ക്ക് വീട് എടുത്തും പിന്നെ പുതിയതായിട്ട് വീട് വെക്കാൻ പറ്റുന്നവര് അങ്ങനെ 1-2 സെന്റൊക്കെ വാങ്ങിച്ച് ഇവിടെ ഒരു നല്ല വാഹന സൗകര്യവും നല്ല ഇതൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ആൾക്കാർ വീണ്ടും ഇവിടെ വരും. സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. അത് ഞാൻ കണ്ടു. അവിടെയൊക്കെ റബ്ബറൊക്കെ ഉള്ള എസ്റ്റേറ്റുകളും മറ്റു കൃഷികളൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ അതെല്ലാം ഉപേക്ഷിച്ചാണ് അവർ പോയത്. ഒരു വീടൊക്കെ അവിടെ പൂർണ്ണമായിട്ട് നശിച്ച് കിടപ്പുണ്ട്, ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ വാഹന സൗകര്യത്തിന്റെ ഒരു ബുദ്ധിമുട്ടും. അതെ, പിന്നെ വെള്ളമില്ല, കുടിവെള്ളമില്ല. പക്ഷെ പൈപ്പ് ലൈനുകളൊക്കെ പല സ്ഥലങ്ങളിലും കാണുന്നു. അത് കഴിഞ്ഞ് പൈപ്പ് ലൈൻ വന്നു, കറണ്ട് വന്നു, വഴി വന്നു. എല്ലാരും പോയപ്പോ എത്ര വർഷം ഇവിടെ പോയി കിടന്ന ആ 2 വലിയ വളവുണ്ടല്ലോ, അതിന്റെ താഴെ റോഡ് ഈ മുകളിൽ എത്തിച്ചു കൊടുത്താൽ താങ്ക് ഇവിടെ പണിയാം. അങ്ങനെ എന്ന വെളിയാമറ്റം പഞ്ചായത്ത് പിന്നെ PJ ജോസഫും. അപ്പൊ ഈ അതിന്റെ താഴെയായിരുന്നു ഗംഗാധരന്റെ കാലത്താണ് താഴെ കൊണ്ടുവന്ന അവര് അതിന്റെ സ്റ്റോൺ അവിടെയൊക്കെ സ്ഥാപിച്ചിട്ടേ പേരൊക്കെ ഇത് അവിടെ ടാങ്ക് പണിയാനായിരുന്നു പ്ലാൻ. ഏറ്റവും താഴെ പണം കഴിഞ്ഞ് വെള്ളം എങ്ങനെ? അതല്ലേ പറഞ്ഞേ. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഇതൊരു സ്വപ്നമായിരിക്കും. അപ്പൊ അന്ന് ഇപ്പൊ ഒരു വീട് അവിടെ കിടപ്പുണ്ടെന്ന് ആ വീട്ടിലെ പുള്ളിയും ഞാനും കൂടെ തിരുവനന്തപുരത്തിന് പോയി. അന്ന് റോസമ്മ ചാക്കോ ആയിരുന്നു MLA. അവരുടെ കാലത്ത് വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കുടിവെള്ളം കിട്ടാൻ സാധ്യതയില്ല, ഇപ്പൊ ഇങ്ങനെ ഒരു പദ്ധതി വന്നിട്ടുണ്ട്. താഴെയാണ് അതിന് കൊണ്ടുവന്ന ഗംഗാധരനൊക്കെ അതിന് പിന്നെ കല്ലൊക്കെ ഇട്ട് പോയിരിക്കുന്നത്. ഈ മലയുടെ മുകളിൽ എത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വെള്ളം കിട്ടും. ഈ മലയിലുള്ളവർക്കും അങ്ങ് വെള്ളിയാമറ്റം കൊടയത്തൂര് എല്ലാ ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലൈ ആയിക്കും. കറണ്ടൊന്നും വേണ്ട. അതാണ്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പിന്നീട് ടാങ്ക് വന്നത്. അപ്പം അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അതിന്റെ വേണ്ട കണക്കെല്ലാം ചെയ്തേക്കാന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ് പിന്നെ PJ ജോസഫും സാറും ഇവരൊക്കെ കൂടെ അന്ന് നിരപ്പെ വർക്കിച്ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിളിച്ച് പറഞ്ഞു അവരോട് എത്രയും വേഗം മുകളിൽ റോഡ് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ റോഡ് പണി തുടങ്ങി. അങ്ങനെ റോഡ് പണി തുടങ്ങിയിട്ട് 10-14 വർഷം കൊണ്ടാണ്. 14 വർഷം എടുത്തു ഈ റോഡ് പണി കംപ്ലീറ്റ് ആക്കാനായിട്ട്. അവിടെ ഇപ്പം ടാങ്ക് ഇരിക്കുന്നിടത്ത് റോഡ് എത്തിക്കാൻ കാരണം നിറയെ പിന്നെ കല്ലും പാറയും. എന്നിട്ട് ഇവിടെ ഉള്ളവരെ എല്ലാം വിളിച്ചു കൂട്ടി ഞങ്ങൾ കമ്മിറ്റി കൂട്ടി നമുക്ക് എങ്ങനെ റോഡ് ഇവിടെ എത്തിച്ചാൽ നമുക്ക് കുടിവെള്ളം ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാരെ എല്ലാം സംഘടിപ്പിച്ചു. പക്ഷേ എല്ലാവരും സംഘടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഒറ്റയ്ക്ക് ഞാനും അവിടെയുള്ള ഒരു ചേട്ടനും കൂടെ പോയി പണിത ദിവസങ്ങളുണ്ട്. അത് ശരി. ചേട്ടൻ്റെ ഒക്കെ ഒരു അധ്വാന ഫലമായിട്ടാണ് അവിടെ ആ ടാങ്ക് അവിടെ നിലവിൽ വന്നത്. അതെ, റോഡ് അവിടെ എത്തിച്ചു കൊടുത്തത്. അതിന്റെ ഫലമായിട്ടാണ് ആ ടാങ്ക് അവിടെ തീർന്നത്. അങ്ങനെ ആ സമയമായപ്പോഴത്തേനും ഇവിടെ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു. ഇപ്പം ഇങ്ങനെ പണിക്കാരെല്ലാം അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോയി. എനിക്കോ? എനിക്ക് ജീപ്പൊന്നും ഇല്ല, നടന്നു തന്നെ വരണം. ഇനി ഒരു ടാക്സി വിളിച്ച് വരണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഈ ജീപ്പ് വിളിച്ച് വരണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ? ഇപ്പം അന്നൊക്കെ ഒരു 1000 രൂപ കൊടുത്താലൊക്കെ വരുമായിരുന്നു കാഞ്ഞാറ്റി. ഇപ്പൊ ഒരു 12,000 രൂപയെങ്കിലും വേണ്ടി വരും അല്ലേ? അതെ. പക്ഷെ ഇപ്പൊ വഴി കുറച്ച് നന്നായി. വഴി നന്നായി, കോൺക്രീറ്റ് ആയി. അപ്പൊ എനിക്കിപ്പോ കാറൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ കാർ ഇട്ടാ വന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റോഡും കൂടെ റെഡിയാക്കി കിട്ടിയാൽ നന്നായി. ഇവിടെയുള്ള ആൾക്കാർക്ക് അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്ത PJ ജോസഫിന്റെ അടുത്ത്. ഈ റബ്ബർ ഷീറ്റ് ഇപ്പം വരുമാനം ഉണ്ടോ? എന്താണ് അവസ്ഥ? റബ്ബറിന്റെ ഒരു അവസ്ഥ ഇതാണ് അല്ലേ? നമ്മുടെ സ്ഥലത്തുള്ളത് നമുക്ക് അതിൽ നിന്ന് വരുമാനം എടുക്കാനേ പറ്റുള്ളൂ അല്ലേ? മക്കള് മൂത്ത മകളെ കെട്ടിച്ചേക്കുന്ന മുതലക്കോടം. അവളിപ്പോ ഇസ്രായേലാ. ശരി. പിന്നെ അതിന്റെ ഇളയത് മകനാ. ഇവിടെ ഉണ്ടോ? ഇവിടെയല്ല, അവന് താലൂക്കിലെ ഒരു പണിയാണ്. അങ്ങനെ പോയി. തൊടുപുഴ. നിങ്ങൾ മാത്രം ഇവിടെ താമസിക്കുന്നുള്ളൂ? ഇവിടെ ഇളയ മകന് അവന് വെൽഡിങ്ങിന്റെ പണി ഇതൊക്കെയാണ്. അപ്പൊ അതിനു വേണ്ടി പോകും.
വൈകുന്നേരം വരും. വണ്ടി ഉണ്ടോ? ബൈക്കുണ്ടോ? ആ ബൈക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായി. അതെ. ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നടന്നു പോകണ്ടേ? അല്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല ബൈക്കുമായിട്ട്. കറണ്ടുണ്ട്. വെള്ളത്തിനാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. വെള്ളം പിന്നെ ഇന്ന് വരേണ്ട ദിവസമായിരുന്നു, ഇന്ന് വന്നില്ല. ഒന്നരാടം ദിവസമാണ് വെള്ളം വരുന്നത് അല്ലേ? കാത്തിരിക്കണം നമ്മള്. വെള്ളം വരാൻ കാത്തിരിക്കണം. അപ്പൊ എന്ത് സംഭവിച്ചത്, മോട്ടറിനോ പൈപ്പിനോ എല്ലാം കേട് പറ്റി കഴിഞ്ഞാല് പാട് തന്നെ. പാടാണ്, വെള്ളം അടിക്കുക. അപ്പൊ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു ജീവിതം ദുരിതമാണ്. ഇപ്പം ദുരിതം എന്ന് പറഞ്ഞാല് ഇപ്പം വളരെ എളുപ്പമായി കാണും. കാരണം വർഷങ്ങളിൽ മുന്നോട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ അതിന്റെ മുമ്പ് വെള്ളം കൊണ്ടുവന്നോണ്ടിരുന്ന എവിടുന്നറിയോ? തലച്ചുമടായിട്ട് ഇവിടെ വെള്ളിയാമറ്റത്ത് നിന്ന്. അത്രയും ദൂരത്തുനിന്ന് വെള്ളം തലച്ചുമടായിട്ട് കൊണ്ടുവരണം. കൊണ്ടുവരണമായിരുന്നു. ഒരു ദിവസം 2 പാത്രം വെള്ളം കൊണ്ടുവരാനേ പറ്റുള്ളൂ. അത് പറ്റുള്ളൂ, കാരണം അത്രയും കയറ്റമല്ലേ. അവശതയാവും തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ നടന്നിട്ട് കയറാൻ പറ്റുന്നില്ല. വെള്ളവും തൂക്കി പിടിച്ച് വരാന്ന് പറയുമ്പോൾ ഇന്നിപ്പോ അത് ഓർക്കാൻ വരെ സാധിക്കും. അതാണ് ഭയങ്കര പാട്. അതിപ്പം ആലോചിക്കും സങ്കടം തന്നെ. ഇറച്ചി മേടിക്കണേ കാഞ്ഞാറ് പോകണം. ജനിച്ചെന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ളപ്പോ ഇവിടെ എടുത്തോണ്ട് വന്നതാ. അപ്പം ജനിച്ചതിന് തുല്യം. അതെ. എന്റെ ചെറുപ്പം മുതലേ ഇവിടെയാണ്. ഇവിടെ മുതലേ കണ്ണു തുറന്നപ്പോൾ മുതൽ നമ്മളിവിടെ ഉണ്ട്. എന്തായാലും തുടങ്ങനാടായിരുന്നു ആദ്യകാലം അപ്പൻ്റെ ഒക്കെ വീട്. ഓക്കെ. അപ്പം ഞങ്ങൾ 7 മക്കളായിരുന്നു. അപ്പം 7 മക്കളിൽ 4 ആണും 3 പെണ്ണുങ്ങളും. അപ്പം കുഞ്ഞുങ്ങൾ കൂടുതലുള്ള കോഴി അകലെ ചെയ്യണമെന്ന കാരണന്മാര് പറയുന്ന പഴമയാത്. അങ്ങനെ ചൊല്ലുണ്ട്. കുഞ്ഞുങ്ങളെ കൂടെയുള്ള കോഴി അകലെ ചെയ്യണമെന്ന്. അപ്പൊ അകലെ കഴിഞ്ഞാലേ അവർക്ക് തീറ്റ കിട്ടുള്ളൂ. അതാണ്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളിവിടെ എത്തി, കൃഷി ചെയ്തു, റബ്ബർ വെച്ചു, പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു, അവർ ഉയർന്ന നിലയിൽ എത്തിച്ചു, കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഇനിയിപ്പോ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? സ്വസ്ഥം ഗൃഹഭരണം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇടയ്ക്ക് ഇതുപോലെ ചേട്ടൻ വരും. പിന്നെ വേറെ ആരെങ്കിലും വരാറുണ്ട് ഇടയ്ക്ക്. റബ്ബർ ഷീറ്റ് അടിക്കുന്ന ചേട്ടൻ മാത്രമാണ് ഇവിടെ വല്ലപ്പോഴും വരാറുള്ളത്. അതായത് ഡെയിലി വരുന്നത് പുറത്തുനിന്ന് ഒരാളായിട്ട് അല്ലേ? നമ്മളെ പള്ളിയുടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു 2 വീടൊക്കെ കണ്ടു. അവര് ഇവിടെയുള്ള മലവേടറ. അവരും പോയല്ലോ. അവരും പോയി. അവസാനം അത്താണി അതായിരുന്നു, അവരും പോയി. അതെ. അവര് വല്ലപ്പോഴും അവിടെ ഒക്കെ പറഞ്ഞു നോക്കാനൊക്കെ വരും. അത്രേ ഉള്ളൂ. എന്നാലും ഒരു അയൽവക്കം എന്ന് പറയാനിപ്പോ ഇല്ല. അതെ. അപ്പൊ എന്തായാലും വലിയ സന്തോഷം ചേട്ടാ പരിചയപ്പെടാൻ സാധിച്ചതിൽ. സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ ഒരു മനുഷ്യനെ കാണാനില്ലായിരുന്നു. ഈ വനത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന പോലെയായിരുന്നു. കാര്യം പറഞ്ഞാൽ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞാലും കുറെ ഭാഗങ്ങൾ വനഭൂമി പോലെയാ. അവിടെ ആൾതാമസവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് നിങ്ങളെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. മുള്ളമന്ദിര ശല്യം ഉണ്ടെന്ന് പറയുന്നത് അതല്ലേ? ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല? തങ്കച്ചൻ. അപ്പൊ എന്തായാലും നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ റബ്ബർ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിവേഗത്തില്. പണി തീർന്നല്ലേ? ഇനി എത്ര എണ്ണം അടിക്കാനുണ്ടോ ഷീറ്റ്? അതോടെ ഉള്ളു അല്ലേ? ഓക്കെ. കുറെ ഇട്ട് വെച്ചേക്കുന്നല്ലായിരുന്നു? ഇന്നലെ ഇട്ടതോ അതോ ഇന്നത്തെയാണോ അല്ലേ? അപ്പം 1.5 വരുള്ളൂ അല്ലേ? 1.5 വരുള്ളൂ. അപ്പം ഷീറ്റ് വന്ന് പാല് വെട്ടി ഷീറ്റ് അടിച്ചിട്ട് ഒരു ദിവസം അങ്ങ് പോകും. അത് ശരിയാ. അതെ. അപ്പൊ ശരി തങ്കച്ചേട്ടാ, എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്തായാലും പരിചയപ്പെടലും വളരെ സന്തോം. ഇനി വരുന്ന സമയത്തൊക്കെ കാണാം. മിന്നുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം? അങ്ങനെ അനൂപിന് ഇന്നൊരു മാങ്ങാപ്പഴം കിട്ടി. മുമ്പേ കശുമാമ്പഴം കിട്ടി, ഇപ്പം മാങ്ങാപ്പഴം കിട്ടി. മോനെ സെറ്റ്. അത് നല്ല മാമ്പഴ. പുഴുവില്ലായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. അനൂപിനെയാണ് നമ്മൾ ടെസ്റ്റർ കണ്ണപ്പനാക്കുന്നത്. എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് അനൂപാ. ചെന പോയിട്ടില്ലേ? ഓക്കെ. ഇത് നമ്മൾ കടിച്ച് നോക്കാൻ പോവാണ്. നല്ല മൂവാണ്ട മാങ്ങ കേട്ടോ. ഈ മലയ്ക്ക് മുകളിലുള്ള പണ്ടൊക്കെ ഇതുപോലത്തെ മാങ്ങയിലെ മാമ്പഴമൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടി നമ്മൾ കൊതിയായിട്ടൊന്ന് കാലഘട്ടം ഉണ്ടാണ് കേട്ടോ. എന്നാലും ബീബ്രോസിനെ ഒന്നും കൊടുക്കുന്നില്ല. കഴിച്ചു. അനുവിന് ഇച്ചിരി വിശപ്പ് കൂടുതലാണ്. ഞാൻ പട്ടിണി കിടന്നിട്ടാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും. എങ്ങനെയുണ്ട് അനുവേ? നല്ലതാണ്, പക്ഷെ കേടാ. ആണോ? പുഴുണ്ട്? പുഴുവില്ല, പുഴുണ്ട് എന്ന് ആശ്വസിക്കാം. വെറുതെ അല്ല ഈ മാമ്പഴം പറിക്കാൻ ആരും വരാത്തത്. മാമ്പഴം മാവേ ചതിച്ചു. ഉടോ കല്ല് തീരുന്നല്ലാതെ മാമ്പഴം വീഴുന്നില്ല. അനുവേ 2 ലോഡ് ജീപ്പിന് ഇറക്കട്ടെ കല്ല്. 2 എണ്ണം ഇതാ വേണ്ടിയിരിക്കുന്നു. മോനെ ഇത് കറക്റ്റ്. ഇത് നല്ലതായിരിക്കും. അത് നല്ലതായിരിക്കും അനുവേ, കൺഫേം ആയിട്ടും.
പച്ച ചെനച്ചിട്ടുണ്ട്, അതാ പറഞ്ഞേ, നല്ലതായിരിക്കും ഞാൻ പറഞ്ഞേ. അത് ടേസ്റ്റ് ഉണ്ടാവും. എങ്ങനെയുണ്ട്? അത് സെറ്റാ, അതിനകത്ത് മാറ്റം വരാൻ വഴിയില്ല. ഇപ്പോൾ 2 കിട്ടി. എനിക്കും പുഴു പഠിച്ച പുഴു ഉള്ള മാങ്ങ ഞാൻ കഴിച്ചു. പിന്നെ മാങ്ങയ്ക്ക് അകത്തിരിക്കുന്ന പുഴു ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ആമസോൺ കാടുകളിലൊക്കെ പുഴു ആൾക്കാർ തിന്നുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. എന്തായാലും സാധനം സെറ്റാട്ടോ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതൊക്കെ തന്നെയാണ്. മാങ്ങ, കശുമാമ്പഴം ഇതൊക്കെ കഴിച്ചാണ് നമ്മുടെ യാത്ര. ഈ വനപ്രദേശത്തിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമാണ് കേട്ടോ. ഇതുപോലത്തെ നാട്ട് വിഭവങ്ങളൊക്കെ കഴിച്ച് നമുക്ക് നടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ക്ഷീണം ഉണ്ടാവില്ല. ഇടയ്ക്ക് ഇങ്ങനെ നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്കൊരു മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഒരു തുള്ളി പുളിയില്ല, നല്ല സൂപ്പർ മാങ്ങ. ആ അനുപെടുത്ത മാങ്ങാപ്പഴം നല്ലതായിരുന്നു കേട്ടല്ലോ, നല്ല ടേസ്റ്റ് ആയനെ കൺഫേം ആയിട്ടും. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് നമുക്കിനി നമ്മുടെ നടത്തം തുടരാം. കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ കണ്ടല്ലോ വേറെ ലെവലായനെ. ഏത് കയറ്റവും വേണമെങ്കിൽ നമ്മൾ പറന്ന് കയറും, അത്രയും ടേസ്റ്റ്. ആഹാ, അടിപൊളി. അപ്പോൾ ഈ ഗ്രാമത്തിലൊരു പള്ളിയായിരുന്നു കേട്ടോ, ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 2 വർഷം കഴിയുമ്പോഴത്തേന് ഇത് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അതെ, പൊളിഞ്ഞു പോകും. ഷീറ്റ് ഇട്ടാണ് ചിലപ്പോൾ പോകാൻ സാധ്യതയില്ല കേട്ടോ, കല്ലാണ്. അതുകൊണ്ട് പിന്നെ ഉടനെ പോകില്ല അല്ലേ. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ താമസം മാറിയപ്പോഴത്തേനും പള്ളി അവിടെ നശിച്ചു. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുക. ഒരു കസേര കിടപ്പുണ്ട് കേട്ടോ, നടന്നു വരുന്നവർക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം അവിടെ പോയിട്ട്. അതിൻ്റെ എന്നോട് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 5 കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു നടന്ന്. ഇടുക്കിക്കാർ വഴി പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം 3 കിലോമീറ്റർ കൂട്ടിക്കണം. ഇപ്പോൾ എത്തും. ഇയാളത് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. എൻ്റെ പൊന്നടാവേ, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. നടന്ന് കയറ്റവും ഇറക്കമൊക്കെ ഇറങ്ങി വന്നതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്, ചെറുതല്ല നല്ല ക്ഷീണമുണ്ട്. വെയിലും കൂടെ ആയപ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് ടയർഡായി. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മനോഹരമായൊരു ഭൂപ്രദേശത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ഹൃദ്യമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ നടന്ന് നേരത്തെ പറഞ്ഞതുപോലെ മുതുവാൻ മല അല്ലെങ്കിൽ മുതിയാൻ മല മലയുടെ മുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു കാഴ്ച കേട്ടോ. എന്തായാലും ഇവിടെ 5 മിനിറ്റ് ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം അത്രയും ചൂടാണ് ഇവിടെ. കാരണം അറിയാലോ, ഈ ഒരു സമയത്ത് വേനൽക്കാലമാണ്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും വേനലായെങ്കിൽ പോലും ഈ മലയുടെ മുകളിൽ ഇവിടെ ഒരു കുരിശുംതൊട്ടിയുണ്ട്. കുരിശുംതൊട്ടിയോട് ചേർന്ന് കണ്ടോ ഒരു ജലാശയം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. തമാശല്ല, അല്ലെങ്കിൽ ഇത്രയും പച്ചപ്പ് കാണില്ല ഇവിടെ. അപ്പോൾ ഇനി ഒരു കാഴ്ച കൂടി കാണാം കേട്ടോ. ഇതാ മുള്ളംപന്നിയുടെ മുള്ള് ഇതാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് മുള്ളംപന്നിയുടെ മുള്ള്. ഇവിടെ ധാരാളം മുള്ളംപന്നി ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊഴിഞ്ഞ് കിടപ്പുണ്ട് മുള്ളംപന്നിയുടെ മുള്ള്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ, ആദ്യമേ കണ്ട കാഴ്ചകൾ. ഇനിയാണ് പ്രധാന കാഴ്ച ഉള്ളത്. ദാ കാണുന്ന ഭാഗത്താണ് കേട്ടോ. അതൊരു മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട കാഴ്ച തന്നെയാണെങ്കിലും പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ അതിന് വേറൊരു ഫീലാണ്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം കുറച്ചുകൂടി നമുക്ക് അടുത്ത് നമുക്ക് ആ ജലാശയം കാണാൻ കഴിയും. മലങ്കര ഡാമിൻ്റെ റിസർവെയർ കുറച്ചുകൂടി അടുത്ത് കാണാൻ കഴിയും. ഒരു ഏരിയൽ വ്യൂ നമുക്ക് തൊട്ടടുത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നമ്മളിപ്പം ഇടുക്കി ജില്ലയിൽ കാൽവരി മൗണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ റിസർവെയർ പരന്ന് കിടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് കുറച്ചുകൂടി വൈഡായിട്ടാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ നമുക്ക് കൊടിയത്തൂർ ഗ്രാമവും കോളപ്ര ഗ്രാമവും അതോടൊപ്പം തന്നെ വയനക്കാവ് ക്ഷേത്രസ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങൾ, അവിടെ ഒരു പാലമുണ്ട്, വയനക്കാവ് പാലമുണ്ട്. അതിനോട് ചേർന്ന് കൊടിയത്തൂർ പാലം, പിന്നെ അങ്ങനെ ഓരോ പാലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ശരിക്കും ഒരു ഡ്രോണിൽ കാണുന്ന ഒരു വിഷ്വൽ എന്ന് പറയുമ്പോഴത്തേനും അതൊരു വേറെ ഫീൽ തന്നെയാണ്. കാരണം ഡ്രോൺ വിഷ്വലിലാണ് നമുക്കൊരു ഏരിയൽ വ്യൂ, അതായത് ഈ ഭാഗം മുഴുവൻ നമുക്ക് കവർ ചെയ്ത് കാണാൻ കഴിയും. അനൂപ് ആ ഡ്രോണിലെ വിഷ്വൽ എടുത്ത് നമ്മളെ കാണിച്ചപ്പോൾ തന്നെ ശരിക്കും എന്നെ മനസ്സ് കീഴടക്കി കേട്ടോ. അത്രയും ഹൃദ്യമായൊരു കാഴ്ച. എന്തായാലും ഈ ഒരു സ്ഥലത്തിന് സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കഥകളുണ്ടെങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ സന്തോഷിപ്പിക്കുന്ന കുറച്ച് കാഴ്ചകൾ നമുക്കിവിടെ സമ്മാനിക്കുന്നുണ്ട്. സങ്കടപ്പെടുന്ന കാഴ്ചകളെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരൊക്കെ പലായനം ചെയ്ത് പല ദേശങ്ങളിലേക്ക് മാറി താമസിച്ചു. അപ്പോൾ ഇവിടുത്തെ കൃഷിയും വീടും അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് അവർ മറ്റു ദേശങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പിന്നിട്ട് വന്ന വഴികളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേനും ശരിക്കും വളരെ ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നല്ല ഭംഗിയാർന്ന വഴികളൊക്കെയാണ് നമ്മൾ കടന്ന് പിന്നിട്ട് വന്നത്. നമ്മളിനി തിരിച്ചു നടക്കുകയാണ്. ഇനി കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ കുറച്ച് വീടുകൾ കൂടി ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ റബ്ബർ എസ്റ്റേറ്റുകളാണ്. അവിടെ കൂടുതൽ നമ്മൾ കാണുന്നത് എസ്റ്റേറ്റും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടുകളും പിന്നെ റബ്ബർ മെഷീൻ പുര
അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഭാഗത്തൊക്കെ കാണുന്നത്. അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല ഉയരത്തിലുള്ള ഒരു മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൊട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീപ്പായിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. കയ്യോ കാലോ തെന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അമ്മാതിരി ഒരു താഴ്ചയാണ് താഴേക്ക്. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് നടക്കാം. തിരിച്ച് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകുന്നു. വാഹനമെടുത്ത് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ ഒരു മലയാളം മുകളിലേക്കുമ്പം നമ്മൾ റിവീൽ ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇത്രയും നേരം നമ്മളിത് പറഞ്ഞില്ല. ഇനി അപ്കമിങ് മൂവി, അത് ഏപ്രിൽ 9 റിലീസ് ആകാൻ പോകുന്ന പള്ളിച്ചട്ടമ്പി എന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഗ്രാമമാണ് ഇത് കാണുന്നത്. ഈ കാണുന്ന ഭാഗം കണ്ടോ? അപ്പോൾ ഇവിടെയാണ് ആ പള്ളിച്ചട്ടൻ്റെ ഭൂരിഭാഗം ഷൂട്ട് ചെയ്തത്. ആ പള്ളിയൊക്കെ അവിടെയായിരുന്നു. മറ്റേ തുറസായ സ്ഥലം, അതാണ് വയനക്കാവ് എന്ന് പറഞ്ഞത്. വയനക്കാവ് ക്ഷേത്രം ഞാൻ പോയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പിലാണ് പള്ളിച്ചട്ടമ്പിയുടെ പള്ളി ഉണ്ടായിരുന്നത്. അതിനോട് ചേർന്ന് പാലമുണ്ട്. മറ്റേ കാട്ടുചെമ്പ് എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് അപ്പുറത്ത് ആ കാണുന്നുണ്ട്. അത് കോളപ്ര സ്കൂളാണ്. ആ സ്കൂളിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിലാണ് കാട്ടുചെമ്പ് പോകുന്നുള്ളത്. ഇങ്ങനെ പള്ളിച്ചട്ടമ്പി ഷൂട്ട് ചെയ്തിട്ടുള്ള കിടലിൽ മനോഹരമായിട്ടുള്ള ഈ ആ ഒരു സ്ഥലത്തിന്റെ കാഴ്ച നമുക്ക് ശരിക്കും സ്വർഗത്തിന്റെ മേളിൽ നിന്ന് താഴ്ത്തോട്ട് നോക്കാം. അതല്ലേ അടിപൊളി. അതെന്തായാലും കൊള്ളാം. അങ്ങനെ എന്തായാലും നടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ കണ്ട ആ പള്ളിയുടെ അടുത്തേക്ക് കുറേ നടന്നു കേട്ടോ. നമ്മുടെ അപ്പച്ചൻ്റെ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിച്ചില്ലായിരുന്നെങ്കിൽ പെട്ടുപോയാൽ. ഇന്നാണെങ്കിൽ വെള്ളം എടുത്തില്ല, കയ്യും വീശി അങ്ങ് പോയി. കുറച്ച് ദൂരമുള്ളെന്ന് ഈ അനുവ് പറഞ്ഞ് എന്നെ പറ്റിച്ചതാ. അല്ലെങ്കിൽ എന്തായാലും ഞാനൊരു കുപ്പി വെള്ളം ഇപ്പോഴും കരുതുന്ന. അനു പറഞ്ഞ് 1 കിലോമീറ്ററേ ഉള്ളൂ, പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. പക്ഷേ നല്ല ദൂരം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ഈ ഒരു ഗ്രാമത്തിൽ ഒരേ ഒരു കുടുംബം മാത്രമാണ് താമസിക്കുന്നത്. അപ്പച്ചനും അപ്പച്ചൻ്റെ ഫാമിലി മാത്രമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സ് നമ്മൾ ചോദിക്കാൻ വിട്ടുപോയി. പക്ഷേ അദ്ദേഹം ജനിച്ചത് 1946 കേട്ടോ. 46 ജനിച്ച് 3 വയസ്സ് മുതൽ അദ്ദേഹം ഇവിടെ താമസിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഏകദേശം 80 വയസ്സോളം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ഇവിടെ തന്നെയാണ്, ഈ മുതുവാൻമല ഗ്രാമത്തിൽ. എന്തായാലും ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ആ അപ്പച്ചനെ കാണാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടി. ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പറയാനായിട്ട്. ഇന്നത്തെ ഒരു ചെറിയ യാത്രയായിരുന്നു. ഒരുപാട് നല്ല കാഴ്ചകൾ കാണുകയും അതോടൊപ്പം തന്നെ നമ്മൾ പോയ ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാനും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ.